ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വെറൈറ്റി കേട്ടോ. ഇന്ന് മന്തിയും ചിക്കൻ മന്തിയും ഒന്നുമല്ല, ഇത് നാടൻ ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചക്കയും ബീഫ് കറിയും ഒരു രക്ഷയില്ല. നാടൻ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കാന്താരി മുളക്, കൊച്ചുള്ളി, തേങ്ങാപ്പീര അങ്ങനെയെല്ലാം വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ച് മുളകും കാര്യങ്ങളൊന്നും അല്ല. മിക്സിയിലിട്ട് അടിച്ചിങ്ങനെ ഇരട്ടി ഇങ്ങോട്ട് എടുക്കുക. കുക്കറി വെച്ച് 2 വിസിലടിക്കുക. ചക്ക റെഡി. ഈ കുക്കർ വിസിലടിച്ചു, ചക്ക റെഡി. നല്ല കിടുക്കാച്ചി വേണം. 1 തരം പരിക്ക ചക്ക റെഡിയായി. ഇനി അതായത് കമ്പെടുക്കുക, ഇടയ്ക്ക് ഒത്തിയോട്ട് ഇളക്കുക. ശരിക്കും നമ്മൾ കപ്പ ഇടിച്ച് പൊടിക്കുന്ന പോലെ ഷാപ്പിലെ പൊടിക്കുന്ന പോലെ ശരിക്കും ഇളക്കി ഇങ്ങോട്ട് എടുക്കുക. നല്ല കിടുക്കാച്ചിട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. ബീഫ് കറി ഒഴിച്ചങ്ങോട്ട് കഴിക്കുക. ഓഹോ, ചക്ക പിടുത്തം പിന്നെ വെള്ളം കുറവാട്ടോ. വെള്ളം കുറവായതുകൊണ്ടാണ് ഇച്ചിരി ടൈറ്റ് തോന്നുന്നു നിങ്ങളുടെ പിടുത്തം പോകുന്നത്. ഇച്ചിരി വെള്ളം കൂടുവാണെങ്കിൽ ഫ്രീ ആകും ചക്ക. ഇച്ചിരി വെള്ളം കുറവാണ്, അപ്പം അതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ടി അങ്ങോട്ട് പിടിക്കുന്നത്. അപ്പോൾ ചക്ക റെഡി ആയിട്ടുണ്ട്. കേട്ടോ, ബീഫ് നമ്മൾ ആ ഗ്യാസിലങ്ങോട്ട് നല്ല മൺചട്ടിയിൽ ഇങ്ങനെ തിളച്ചങ്ങോട്ട് പൊങ്ങുന്നുണ്ട് ബീഫ് അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ഒരു മണമുണ്ട് ബീഫിൻ്റെ. ഒരു രക്ഷയില്ല മാമാ, സ്വർഗം മാമാ, സ്വർഗം. ചക്കയും ബീഫും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചക്കയും ബീഫും ഒന്ന് കഴിച്ചു നോക്കിയാലോ. ആ പ്ലേറ്റിലോട്ട് സൈഡിലോട്ട് കുറച്ച് ചക്ക അങ്ങോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആ ഇളക്കിയിട്ട് ആ ബീഫിൽ നിന്ന് ഇച്ചിരി ചാറും കൂട്ടി ആ ബീഫും ആ പാത്രത്തിലോട്ട് ഒഴിക്കുക. അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഇപ്പം നാട്ടിൽ നമ്മുടെ ചക്ക സീസണാണ്. ഇപ്പം ചക്ക കൊണ്ട് പല പല വിഭവങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. ചക്ക മെഴുക്കുവരട്ടി, ചക്ക തോരൻ, ചക്ക കറി, അതിൻ്റെ അതിൻ്റെ തൊലി എല്ലാം കൊണ്ടും കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ചക്ക സീസണാണ്. അപ്പോൾ ചക്ക കൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം ചക്കയിലേക്ക് മാറുക, പ്രകൃതിയായിട്ട് ഇണങ്ങിപ്പോവുക. അതുകൊണ്ട് ചക്കത്തോരൻ, ചക്കക്കറി എല്ലാം ഉണ്ടാക്കി കഴിക്കുക. ചക്കയും ബീഫ് കറിയും കുഴപ്പമില്ല, ചക്കയും മീൻ കറിയും കുഴപ്പമില്ല. ഇങ്ങനെ വെറൈറ്റി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ചക്ക തീരുന്നതിന് മുമ്പ് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക.